എത്ര നേരായി. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഇതാണ് ആ ഉണക്ക് പാർട്ടി. ഞാനൊന്ന് ഒതുക്കി. ഓ ഇതാണോ? അത് ശരി. അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞാൽ എന്താ? അത് അച്ഛനോട് സംസാരിക്കേണ്ട കാര്യമാ. ചേട്ടാ, ഇത് വലിയ പുലിവാലായല്ലോ. കുട്ടി, ഞാൻ വന്നത് അച്ഛൻ എവിടെ എപ്പോ ഉണ്ടാവുന്ന അറിയാനാ. അന്നൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പൊ പറഞ്ഞോളൂ. ആതിരെ, ഒന്നുങ്ങി വന്നേ. ഈ കക്ഷിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണത്രേ. കാര്യം ചോദിച്ചിട്ട് പറയണില്ല. നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്കൊന്ന് റാഗ് ചെയ്താലോ? ഐ എം വെരി സീരിയസ് കേട്ടോ. അയ്യോ, സീരിയസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ. ഓ, തമാശക്കാരി. തമാശയാണ് തോന്നില്ല കേട്ടോ. സംഗീതേ, നിനക്ക് മാച്ച് ആട്ടോ. അയ്യോ, ചൂടാവല്ലേ. എന്നാ നോക്കണ്ട. ആ, രാത്രിയിലാണെങ്കിൽ രാജവർമ്മ ക്ലബിൽ കാണും. Tomorrow and tomorrow and tomorrow. Creep up this petty page from day to day to the last syllable recorded time. അതാണ് ആദിത്യവർമ്മ. ആള് നല്ല ഫോമിലാണല്ലോ. ഒന്ന് കയ്യിലെടുക്കേണ്ടി വരും. കയ്യിലെടുക്കണം, അത് ഞാനേറ്റു. നീ വാ. എന്നാ വാ. And all our yesterdays have lighted fools. Excuse me, sir. Yes, what can I do for you? ഒരു കാര്യം പറയാനുണ്ട്. No. ഞാനിപ്പോ വേറെ മൂഡിലാണ്, സംസാരിക്കാൻ സമയമില്ല. നീങ്ങ പറഞ്ഞ ഞാൻ കാണിച്ചു തരാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കഴിക്കാം. No thanks. കഥകളി സ്റ്റുഡൻസ് ആണല്ലേ? അല്ല, കഥകൾ അറിയാൻ വന്ന സ്റ്റുഡന്റ്. ഇത് കഴിക്കേ. സർ, ഒരു 10 മിനിറ്റ് ഫ്രീ ആവോ? നോ, സംസാരിക്കാൻ സമയമില്ല. വീട്ടിൽ വന്നാൽ മതി. ഓക്കെ സർ, നാളെ രാവിലെ അവിടെ വന്ന് കണ്ടോളാം. വട പോവാം. ഓക്കെ സർ. Out. Real candle. അച്ഛനില്ല കേട്ടോ. അല്ല കുട്ടി, അച്ഛൻ വരുമ്പോഴേ എന്താ അച്ഛൻ നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. ഈ അച്ഛനോട് പറയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഒന്ന് കണ്ടോളൂ. ഞാൻ സാറിനെ കണ്ടിരുന്നു ക്ലബിൽ വെച്ച്. പക്ഷെ പുള്ളിക്കാരൻ വേറെ മൂഡിലായിരുന്നു. ആ, വേറെ മൂഡിലല്ലാതെ അച്ഛനെ കാണുക ഇത്തിരി ബുദ്ധിമുട്ടാ. കണ്ടോടനെ കാര്യം പറയുക. തനിക്ക് വേണ്ടത് ഏത് ബാറിലേക്കാണെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ടു പോവുക. കാര്യം ഓക്കെ. മോനിപ്പോ തൽക്കാലം സ്റ്റാൻഡ് വിടും. ആള് പേടിച്ചെന്ന് തോന്നുന്നു. എന്ത് പണിയാടി നീയൊക്കെ കാണിച്ചേ? ഞാൻ പേടിച്ചുട്ടോ. എടി ചന്ദ്രി വന്ന് കരുതി പേടിച്ചോ? ഇത് ഇവളുടെ പപ്പ വാങ്ങിയ വണ്ടിയാ. ഇന്ന് ഇവളുടെ ചെലവാ. സെറ്റപ്പേട്ടാ, സെറ്റപ്പേട്ടാ,
ഈശ്വര, നല്ല ഉറക്കമാണല്ലോ. എനിക്കാണെങ്കിൽ 2 ആഴ്ചത്തെ ലീവ് ഉള്ളൂ. സെറ്റപ്പേട്ടൻ ഉറക്കമാണോ? ഞാൻ നല്ല ഉറക്കത്തില്ല. എങ്കി വെയിറ്റ് ചെയ്യാം. അയ്യോ, ഉണർത്തു. എന്റെ 2 ആഴ്ചത്തെ ലീവില് ദിവസം 5 കഴിഞ്ഞു. ഇനി 9 ദിവസത്തിനുള്ളിൽ എന്നെ കെട്ടിക്കണം. ഇല്ല, എന്റെ സ്വഭാവം മാറും. നിന്റെ സ്വഭാവം മാറിയാ നീ നന്നായി. ചേട്ടാ, ഒരു ഗൾഫുകാരനെ മറ്റൊരു ഗൾഫുകാരന്റെ വേദന അറിയൂ. ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, 9 ദിവസത്തിനുള്ളിൽ നടക്കോ? നടന്നിരിക്കും. ഈ 9 ദിവസവും നീ നടന്നിരിക്കും. നിന്റെ അച്ഛന്റെ ജോലി അതായിരുന്നല്ലോ. എന്താ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ലേ. നീ ഒരു പ്രാവശ്യം കൂടി ടീച്ചറിന്റെ വീട്ടിലേക്ക് നിന്റെ അച്ഛനും അമ്മാവനും ഇല്ലാതെ പോയാ 2 ആഴ്ചയിലെ 2 ദിവസം കൊണ്ട് സംഗതി നടക്കുമെന്ന് ഈ സെറ്റപ്പിന്റെ മനസ്സ് പറയുന്നു. അല്ല, നടക്കും. നടക്കും. അമ്മാവനെ അച്ഛനെ തട്ടിയിട്ടാണെങ്കിൽ ശരി, ഞാൻ ചെന്നിരിക്കും. അകത്തേക്ക് പോണ്ട, പുറത്തേക്ക് പോ. 2 ആഴ്ചത്തെ ലീവ്. ഓ, ചേട്ടാ ഉറക്കാണോ? നല്ല ഉറക്കത്തില. നന്നായി. സ്ത്രീധനം വേണ്ടാത്ത കൂട്ടരാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് നിങ്ങളോട് മതിപ്പ് തോന്നിയിരുന്നു. സ്ത്രീധനം വേണ്ട എന്നുള്ള തീരുമാനം എന്റേതല്ല, ഇവന്റേതാ. ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ ആദർശങ്ങള്. കഴിക്കൂ, മടിക്കണ്ട. ഇനി മടിക്കുക, നമ്മൾ ഒന്നായി കഴിഞ്ഞില്ലേ, ആവശ്യമുള്ള ചോദിച്ചു മേടിക്കാമല്ലോ. അമ്മാവാ, ഏകദേശം എപ്പോ നടത്താൻ പറ്റും? ഞങ്ങൾ എപ്പോ വേണമെങ്കിലും റെഡിയാ അല്ലേ? അതെ, എനിക്ക് ലീവിന്റെ പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞില്ലല്ലോ, ഇവൻ 6 മാസം കഴിഞ്ഞ വില്ലേജ് ഓഫീസറാ. ഈശ്വര, പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിത് എത്രയും വേഗം നടത്താം. പിന്നെ പെണ്ണിനാണുള്ള സ്വർണം, അത് എത്രയാന്ന് വെച്ചാ നിങ്ങളുടെ മോളാ, നിങ്ങൾ കൊടുക്കുക അല്ലേ? എന്തു പറയുന്നു? അത് പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കൂ. 2 ദിവസത്തിനുള്ളിൽ സ്വർണം വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടാ ഞാനിരിക്കുന്നത്. ഇവരോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവനാണെങ്കിൽ എന്നെ വീട്ടിൽ ഇരുത്തി പൊറപ്പിക്കുകയില്ല. എന്തായി ചോദിച്ചോണ്ട് ദിവസം 2-3 പ്രാവശ്യമെങ്കിലും വീട്ടിൽ വരും. മറ്റൊന്നുമല്ല, ടീച്ചറിന്റെ ചിട്ടിക്കാശിന്റെ കാര്യമാ. എല്ലാം പാസ്സായിരിക്കുക. ഇനി കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കോ? ഞാനല്ലേ എല്ലാം ചെയ്യേണ്ടത്. അച്ഛന്റെ പേര് നിലനിർത്തണ്ടേ? കണ്ടോ, ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ. ഉത്തരവാദിത്തങ്ങൾ അവര് നമ്മളെ പഠിപ്പിച്ചു. അപ്പോ പറഞ്ഞതുപോലെ എല്ലാ ഈശ്വരൻ നടത്തി തരും. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങാം. സംഗീതേ, ആരും ബെല്ലടിക്കുന്നു. നീ പോയി നോക്കിയേ. അയ്യോ, എനിക്ക് പേടിയാ. ഇനി അവളെങ്ങാനും ആണെങ്കിലോ? എന്തായാലും തുറക്കണ്ട. അച്ഛനാണെങ്കിൽ ജെല്ലിക്ക് വരുമല്ലോ. വാ, പോയി നോക്കാം. ആരാ? വർമ്മസാറിനെ കൊണ്ടുവന്നതാ. ഇതാ വരുന്നു. അച്ഛനെവിടെ? ഓട്ടോയിലുണ്ട്. എന്ന് പറഞ്ഞാ പറ്റില്ല, എനിക്ക് അച്ഛനെ കാണണം. നോക്കാൻ എങ്ങനെ കാണുന്നത്? മണലിൽ നോക്ക്, ആള് വണ്ടിയിലുണ്ട്. ഇവർക്ക് നീള ആവശ്യമില്ലെന്ന് തോന്നുന്നു. അച്ഛൻ തന്നെയാ, ഞാൻ കണ്ടു. ആള് നല്ല ഉറക്കമാ. വർമ്മസാർ വീടെത്തി. വീടെത്തിയെങ്കിൽ നീ കയറി കിടന്നുറങ്ങിക്കോ. അയ്യോ, എന്റെ വീടല്ല, വർമ്മസാറിന്റെ വീടാ. എന്റെ വീട് അവിടെ എത്തിക്കോളും. നീ ഇത്തിരി സ്ലോ വിട്ടാ മതി. വെറുതെ കിട്ടിയ ബ്ലേഡും നിന്നും ആസിഡും കുടിക്കും. വലത് കാരച്ച് കയറിക്കോ. ഓട്ടോ കാശ് കിട്ടിയിട്ടില്ല. ഓബ്രോ പറഞ്ഞ് കയറിയതാ. കാശ് നാളെ തരാൻ പറയണം. ലഗേജ് അങ്ങനെ പിടിച്ചോ. ചന്ദ്രുവായിരുന്നു എന്നെ കിടത്തിട്ടേ പോകും. കിടത്തിട്ടല്ല, കുളിപ്പിച്ച് കിടത്തിട്ടേ പോവും. 2 മുക്കിലും പഞ്ഞിയും വെച്ചേരും. ഇതൊരു മതിയില്ലേ ചന്ദ്രു? മേലെ അവന്റെ പേര് പോലെ ഈ വീട്ടിൽ പറഞ്ഞു വരുത്. ഞാനൊക്കെ എന്തറിയാം, ഈസ് റിച്ച്, ഇമ്മൻസ്ലി റിച്ച്, ഈസ് ലൈക്ക് നെപ്പോളിയൻ, ഈസ് ലൂയിസ് 11 and he is old admiral and you are my honeybee. അമ്മ ഒപ്പിട്ട പേപ്പറും ഞാൻ ഒപ്പിടി വെച്ച ഗ്യാരണ്ടിയുടെ മുദ്രപത്രവും എല്ലാം ഉണ്ട്. ഗ്യാരണ്ടിയുടെ കിട്ടാൻ ശരിക്കും ബുദ്ധിമുട്ടി. അവസാനം ഞങ്ങളുടെ സൊസൈറ്റിയിലെ സെക്രട്ടറി തന്നെയാ ഒപ്പിട്ട് തന്നത്. ഒന്ന് താഴേണ്ടി വന്നെങ്കിലും കാര്യം നടന്നല്ലോ. ഇതൊന്നും ഒരു താഴലല്ലടാ, ഒരു പെങ്കൊച്ചിനെ ഇറക്കി വിടാനുള്ള കാര്യമല്ലേ. പാതാളം വരേക്കും താഴാൻ പറ്റുമെങ്കിൽ അതും വേണം. ഏതായാലും നീ ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, അത് മതി. നിന്റെ അമ്മയും അനിയനും ഒക്കെ നിന്നെ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. 2 ദിവസത്തിനകം 2,50,000 രൂപ റെഡി എന്ന് അമ്മയോട് പറഞ്ഞേക്ക്. ഇനി കല്യാണം എങ്ങനെയാ നടത്തേണ്ടത് ഞാൻ കാണിച്ചു. നല്ല വണ്ടി ഇത് കൊടുക്കരുതാ. വാങ്ങണവന്റെ പനി തീരും. മതി ഡയലോഗ്. എൽദോ എത്തോ ഉന്തുവോ ഇനി ഉന്താൻ വയ്യ. എന്ത് ചെയ്യും? ആട്ടോ പിടിക്കടാ. ഈ 3 അക്ഷരങ്ങളോട് നമ്മളെ കുടിപ്പിച്ച് പരുവത്തിലാക്കണ കോത്താഴത്താ വാറ്.
ഇത് പോകരുതിനോടാ കാണിക്കുന്നത്. എന്റെ കൂടെ വരുമ്പോ ഡീസന്റ് ആയിരിക്കണം. അക്ഷരങ്ങൾ വഴിയുടെ നമ്മൾ വെച്ചേക്കാം. ഡീസന്റിന് കുറവൊന്നുമില്ല. കാണേത്തള്ളു. എടാ വെറ്റ തള്ള വയസ്സായെന്ന് വെച്ചാരെങ്കിലും കാനായി തള്ളൂടാ. ഇതെന്റെ പരമ്പരാഗത സ്വത്താണടാ തെണ്ടി. എനിക്ക് ഇവിടെ ലേശം പണിയുണ്ട്. ഞാനിവിടെ ചേട്ടൻ എനിക്കൊരു പണിയാകും. നീ ഇവിടെ നിന്ന് നീ എനിക്കൊരു പണിയാകും. പോടാ. അപ്പൊ കൃഷ്ണനായി തല്ലിപ്പൊളി. ഐഡിയ. അജി അജി ടീച്ചറേ, ഇവിടെ ആരില്ലേ? സെറ്റപ്പേട്ടനോ? ടീച്ചർ അനിതയ്ക്ക് അമ്മാന്റെ വീട്ടിൽ പോയിരിക്കുക. അനിതയ്ക്ക് സ്വർണം വാങ്ങാനുള്ള സമയമായല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു 100 പവൻ മതിന്ന്. നിനക്കിതാ ക്വിന്റല് കണക്കിന് സ്വർണം കൈകാര്യം ചെയ്യുന്നവരുടെ സിൽക്ക് ചുരിദാർ. അയ്യോ സെറ്റപ്പേട്ടാ പാടട്ടെ. സാറേ സാറേ സെറ്റപ്പേ സിൽക്കിന്റെ ചുരിദാർ ഇട്ടല്ലോ. പറയൂ പറയൂ സെറ്റപ്പേ എന്നാണ് എന്റെ കല്യാണം. ലാലാ 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 ലാലാ. എങ്ങനെയുണ്ട്? ഈശ്വര, അത് അഴിച്ചു മാറ്റേ. അഴിച്ചു മാറ്റാനോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ പോയി കണ്ണാടി നോക്കട്ടെ ട്ടാ. നല്ല സിൽക്കിന്റെ ചുരിദാറ്. എന്റെ പാറമേക്കാവ് ഭഗവതി, ഇപ്പൊ അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റ്. പിന്നെ അഴിച്ചു മാറ്റാൻ പറ്റൂല. എടി പറയുന്ന അനുസരിക്ക്. അത് അഴിച്ചു മാറ്റ്. ഞാൻ ടീച്ചറോട് പറയും. ഈശ്വര, ടീച്ചർ എങ്ങാനും വന്ന ഇനി ഇവിടെ ശരിയാവൂല. സ്ഥലം വിടാം. നിർത്തടോ. സെറ്റപ്പേട്ടൻ പോയില്ലായിരിക്കോ? ആരാ? ഞാനാ. അന്ന് വന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലല്ലോ. എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് വന്ന എന്തിനാണെന്ന് അറിയാമോ? അന്ന് എനിക്ക് 2 ആഴ്ചത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. വേഗം കല്യാണം നടത്തിയാലേ ശരിയാവും. എന്റെ അച്ഛനൊരു ആക്രാന്തിയാ കാശിനെ. പക്ഷെ കിട്ടുന്ന ഞാനല്ലേ. എനിക്കാണെങ്കി കാശിന് ആക്രാന്ത ഇല്ല. പേരെന്താ? സുരേഷ്. പിന്നെ സ്നേഹമുള്ളവരെന്നെ സുരേഷ് എന്ന് വിളിക്കും. പക്ഷെ ഞാൻ സുരേഷ് എന്നെ വിളിക്കൂ. ഇതിന്റെ പേരെന്താ? ഷീല. ഷീല. ഷക്കീലായിട്ട് നല്ല സാമ്യമുണ്ട്. ഞാൻ ഷക്കീല എന്നേ വിളിക്കൂ. ഞാൻ വാതില് തുറക്കാം. താങ്ക് യു. അതിലേ കയറി വാന്നേ. ഇവിടെ വേറെ ആരുമില്ല. ഞാൻ ഫാൻ ഇടാവേ. ഈശ്വര, എന്താ ഇത്? ഇതെന്തൊരു ഫാഷൻ? ഇപ്പൊ എഴുതി വെച്ചു തുടങ്ങിയ ഷക്കീല പോലും ഇങ്ങനെ എഴുതി വെക്കൂല. ഇതെങ്ങനെയുണ്ട്? സിൽക്കാ. ഈശ്വര, ഇതെവിടെയാ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്? സംശയിക്കണ്ട, നല്ല ഒന്നാന്തരം ഒരു പാട്ടുകാരുടെ മുന്നിലാ. പാടല്ലേ? പാടാന്നേ ഒരു പാട്ട്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ പോണില്ലേ ഉള്ളൂ. സെറ്റപ്പ് രാമകൃഷ്ണൻ, ഞാനൊന്ന് കാണട്ടെ. വെറും 2 ആഴ്ചത്തെ ലീവിന് വന്ന ഞാൻ നിന്നെ കെട്ടിയ ലോങ് ലീവ് ഉറപ്പാ. അപ്പൊ ഇനി വരുന്ന ഉറപ്പാ. ഇതെന്താണെന്ന് അറിയാമോ? എന്താ? ശിവാസ്ത്രീകൾ. ശിവാസ്ത്രീകളോ? അതെന്താ? ലിക്കർ. ഞാൻ നിക്കറിടാറില്ലല്ലോ. അയ്യോ, നിക്കറല്ല, മദ്യം. മദ്യം. കള്ളൻ. സെറ്റപ്പേണ്ണ അറിയോ? ഇത് അകത്താക്കാനുള്ളതാ. ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല. 5 പെങ്ങാമാർക്ക് 5 സോപ്പ്, 6 കൂട്ടുകാർക്ക് 6 ബ്ലേഡ്. സെറ്റപ്പേണ്ണ ഇതങ്ങോട്ട് പിടിച്ചേ.
ഇത് എന്തിനുള്ളതെന്ന് അറിയോ? കുടിക്കാൻ. കുടിച്ചിട്ട് വീലാവും. വീലായിട്ട് കിടന്നുറങ്ങും. ഉറങ്ങിയിട്ട് എഴുന്നേറ്റ അന്വേഷിക്കും. അതുപോലെ ഇപ്പൊ തന്നെ വേണം. എനിക്ക് 2 ആഴ്ചത്തെ ലീവുള്ള ഞാൻ പറഞ്ഞില്ലേ? നീയല്ലേടാ പറഞ്ഞ് ഇന്നലെ ഒരെണ്ണത്തിന് സെറ്റപ്പ് ആക്കിയത്. ഇനി എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അയ്യോ, അത് ഉറപ്പിച്ചത് എനിക്കല്ല, അച്ഛൻ കണ്ട അച്ഛൻ ഉറപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദേ, എന്റെ ലീവ് തീരാതായി 2 ആഴ്ച ഉണ്ടായിരുന്നു. എന്തിനാടാ 2 ആഴ്ച? 2 ദിവസം പോലെ എനിക്ക്. കല്യാണ സാരിക്ക് അധികം കാശ് മുടക്കാതിരിക്കുന്ന നല്ലത്. കൂടെ 1500 2000 അതാ ബുദ്ധി. അത് ശരിയാ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നില്ലല്ലോ. ആകെ കല്യാണത്തിന്റെ മാത്രം ഒന്ന് കൊടുക്കും. അതെ അതെ. വരൂ, ഇനി ചായ കുടിച്ചിട്ടാവാം. വാ. അമ്മേ, ഞാൻ പോയി അമ്മാവനടുത്ത് കാശ് വാങ്ങിച്ചിട്ട് വരാം. സൂക്ഷിക്കണം, വലിയ എമൗണ്ട് ഉള്ളതാ. ഇസ്മായിൽക്കോ രാമേട്ടനോ ആരും കൂടെ ഉണ്ടാവും. ശരി, പോയിട്ട് വരാം. ഇവൾക്ക് നാളെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവാ. അതിനുള്ള കാശ് അമ്മാവന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ അജി പോകുന്നത്. അനിതേ, ചെലവുണ്ട് കേട്ടോ. അതല്ലേ മേശപ്പുറത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. വാടി. സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒക്കെ പോവാൻ വിളിക്കാമെന്നാണെങ്കിൽ ഞാനില്ല കേട്ടോ. നിന്റെ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതമ്മ പറഞ്ഞു. പക്ഷെ അമ്മാവൻ എന്തായാലും വന്നേ തരൂ. ഞാനിപ്പോ വന്നത് കാശ് കൊണ്ടുപോകാനാ. കാശോ? കാശ് രാവിലെ തന്നെ ചേട്ടൻ വന്ന് കൊണ്ടുപോയല്ലോ. ഈശ്വര, ഏട്ടനോ? ഞാൻ വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. ഏട്ടൻ അവിടെ ഇല്ലല്ലോ. നീ ടെൻഷൻ അടിക്കാതെ, ചേട്ടൻ ഇപ്പൊ വീട്ടിലെത്തി കാണും. നീ കേറ്. 2 ലക്ഷം രൂപ ഒരു കിറ്റിലാക്കി ഭദ്രമായിട്ടാ കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊരു 50,000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട് ബാങ്കിൽ അടയ്ക്കാൻ. തിങ്കളാഴ്ച അടയ്ക്കാമെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. അതിന് നീ ടെൻഷനൊന്നും വേണ്ട. അവൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലാതെ അവിടെ പോരെ. നീ വീട്ടിലുണ്ടാവണം. ഞാൻ പനയപ്പള്ളി പാർട്ട്ണർഷിപ്പിൽ നോക്കിട്ട് വരാം. ഓക്കെ ഓക്കെ. അനിത, ഗീത ചേച്ചി സാമ്പിൾ മാല കൊണ്ടുവന്നു. നന്നായിരിക്കണു. ഈ മാല ഇട്ടോണ്ട് വേണം എനിക്ക് അനിതമോളുടെ കല്യാണത്തിന് വരാൻ. ഹായ്. എന്താ എന്താ മോനെ? ഏട്ടൻ എവിടെ? രാവിലെ ധൃതിയിൽ വന്ന് ബാഗ് എടുത്തോണ്ട് പോന്നുണ്ടോ? ബാഗ് എടുത്തു പോയോ? എവിടെ? എവിടെയോ പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞേ. എന്താ എന്താ മോനെ? എന്താ എന്ത് പറ്റി? എല്ലാം തകർന്നു അമ്മേ.